എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനും ഹസ്ബൻഡും കൂടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല കക്കയിറച്ചി കണ്ടത്. ഞങ്ങൾ കോഴിക്കോട്ടുകാരൊക്കെ എരുന്ത് എന്നാണ് പറയാ, പിന്നെ ഓരോ നാട്ടിലേക്ക് ഓരോ പേരാണല്ലോ. അപ്പൊ എന്തായാലും കക്കയിറച്ചി ഞാൻ കഴിച്ചിട്ട് കുറേ ആയി. അപ്പം നല്ല ഫ്രൈ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. നല്ലൊരു കക്കയിറച്ചി ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കാരണം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും പാട്ടൊക്കെ കേട്ട് അങ്ങനെ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. 250 ഗ്രാം കക്കയിറച്ചിയാണ് വാങ്ങിയത്. ഇനി ഒരു പാത്രത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കക്കയിറച്ചി വേവിച്ചെടുക്കാം. ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചെറിയുള്ളിയും ചേർത്ത് വഴറ്റാം. ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അല്പം തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. സവാളയുടെ നിറമെല്ലാം മാറുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെരിഞ്ജീരകപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം എൻ്റെ ഒരു അളവിലാണ് എല്ലാ പൊടികളും ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ഗ്ലാസ് വെള്ളവും ഉപ്പും ചേർത്ത് വഴറ്റി മൂടി വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് വേവിച്ച് കക്കയിറച്ചി ചേർത്ത് വഴറ്റാം. ഏകദേശം വേവാകുമ്പോൾ തക്കാളി, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റാം. അത്യാവശ്യം നല്ല സ്പൈസി ഡിഷ് ആയതുകൊണ്ട് അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് വരട്ടിയെടുക്കേണ്ടത്. മസാലയെല്ലാം സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തുറന്നു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാം.
ഇതേ ഇപ്പോൾ കക്കയിറച്ചി ഫ്രൈ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കിടിലൻ കളറൊക്കെയായി ഒട്ടും ഗ്രേവി ഇല്ലാതെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കക്ക ഫ്രൈ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഹസ്ബൻഡിനൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടം ഇങ്ങനെ വരട്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.